ഹലോ. നാട്ടിൽ വന്നിട്ട് വീട്ടിലെ അയ്യം കാണിക്കാതെ എങ്ങനെയാ? ഈ കോട്ടയം പത്തനംതിട്ട സൈഡിലോട്ടൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും കൃഷിയൊക്കെ പുഴുക്ക് ഐറ്റംസ് ആണ്. പണ്ടൊക്കെ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും ഒരു കട്ടനും പുഴുക്കൊക്കെ ആയിരുന്നു വീട്ടിലെ ആഹാരം. ഇന്ന് കപ്പ പുഴുങ്ങാമെന്ന് കരുതി ഒരു മൂട് പിഴുതപ്പോൾ അത് മൊത്തം എലി തിന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത മൂട് പിഴുതാനുള്ള ശ്രമമാണ് ദേ ഈ കാണുന്നത്. എന്തായാലും കിട്ടിയ കപ്പ കൊണ്ട് ഇന്നൊരു പിടി പിടിക്കാം. കപ്പയുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് മീൻ തലക്കറിയാണ്. ആന്റി മീൻ തലയൊക്കെ വെട്ടി കുറച്ച് ഉപ്പും വിനേഗറും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ തേങ്ങ അരച്ചാണ് തലക്കറി വെക്കുക. ഇത്തിരി ചെറിയുള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ഗ്രൈൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി അധികം ഇഞ്ചി, 2 തക്കാളിയും, കുറേ പച്ചമുളകും, കുറേ കരിവേപ്പിലയും, കുറേ കുടംപുളിയും ഇട്ട് അരച്ച് വെച്ച തേങ്ങയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതേ കുറച്ചുകൂടെ കരിവേപ്പിലയും അതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനൊന്നും ഒരു പിശുക്കും കാണിക്കരുത്, എന്നാലേ കറി നല്ല കിടിലാവത്തുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കറി വേയുമ്പോഴേക്കും ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കുറച്ച് അധികം ഉലുവയും പിന്നെ ഇത്തിരി കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇത്തിരി ചെറിയുള്ളിയും പിന്നെ കരിവേപ്പിലയും ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ച് ആ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതാണ്. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ആ ചൂടിലിരുന്ന് ഇതെല്ലാം ഒന്ന് പിടിച്ചോളും. എന്നിട്ട് ദേ പിഴുതോണ്ട് വന്ന കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. മീൻകറി സെറ്റായോ എന്ന് നോക്കാൻ പറഞ്ഞു. വീട്ടിൽ ടേസ്റ്റ് ഒക്കെ നോക്കാൻ പിന്നെ എല്ലാത്തിനും എന്നെയാണ് വിളിക്കാറ്. ആ അവസരം ഞാനങ്ങ് മുതലെടുക്കും. പിന്നെ കാന്താരി മുളകും ഉള്ളിയും ഉടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തിയും ഉണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് കഴിക്കട്ടെ. ബൈ ബൈ.